Hello viewers, namaste. Welcome back to my new video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന ഓപ്ഷൻ ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റ്വെയർ WinTrader സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമെന്നുള്ള എക്സാമ്പിൾ ഞാൻ എടുത്തിരിക്കുന്നത് നിഫ്റ്റിയും ആൻഡ് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്തതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന നിഫ്റ്റിയുടെ മെയിൻ ചാർട്ടാണ്. അപ്പോൾ ഈ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ് 21,570. അപ്പോൾ ഇതിനകത്തൊരു വൈറ്റ് വെർട്ടിക്കൽ ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത് ഡേ സെപ്പറേഷനിലാണ്. അതായത് ഇന്നത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഈ ഗ്രീൻ കളറിൽ അപ്പാര കാണിക്കുന്ന ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ, അതായത് നമുക്ക് നിഫ്റ്റിയിൽ ബൈ വരുവാന്ന് വെച്ചാൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനും, അതുപോലെ റെഡ് ഡൗൺ ആരോ എന്ന് വെച്ചാൽ സെൽ ചെയ്യാനുള്ള, അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ തരാം. കറക്റ്റായിട്ട് എങ്ങനെ മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ നോക്കിയാൽ നിഫ്റ്റിയിൽ ബൈ വരുമ്പം ഏറ്റവും മേഖല നമുക്ക് ഇതുപോലെ അലേർട്ട് മെസ്സേജിൽ എഴുതി വരും. അതുപോലെ ഏറ്റവും മേഖല നോക്കിയാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണ്. നിഫ്റ്റി ബൈ ആയിട്ട് 21,562 21,512 എന്താണ് നിഫ്റ്റി ബൈയിലോട്ട് വന്നത്. അതായത് സോഫ്റ്റ് ഇവിടെ കാണിച്ചു വന്നു ബൈ സിഗ്നലാണ്. അപ്പം നമുക്ക് മനസ്സിലായി കോൾ ഓപ്ഷനിൽ പോകാനുള്ള ഇൻഡിക്കേഷനാണ്. റേറ്റ് ഇവിടെ കിട്ടി 21,562. അപ്പോൾ ഈ 562 നിന്നാണ് നമ്മൾ ഇതിൻ്റെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അനുസരിച്ച് ഏത് സ്ട്രൈക്ക് വേണമെങ്കിലും ഇൻ ദ മണിയിലോ അറ്റ് ദ മണിയിലോ ഔട്ട് ഓഫ് ദ മണിയിലോ സെലക്ട് ചെയ്യാം. ഇൻ ദ മണി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഈ പ്രൈസിന് താഴത്തോ 21,000 21,400 300 ആ ലെവലിൽ എടുക്കാം. അല്ല 500ൻ്റെ അറ്റ് ദ മണി ഔട്ട് ഓഫ് ദ മണിയിൽ 600 700 800 ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന വെച്ചാൽ ഓപ്ഷൻ സോഫ്റ്റിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സോഫ്റ്റിനകത്ത് WinTraderനകത്ത് ഓപ്ഷൻ പ്രീമിയം ചാർട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഉദ്ദേശിക്കുന്നത് 21,400 എനിക്ക് വേണ്ട ഒരു ഇന്തമണിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഓപ്ഷൻ ചെയിനിൽ ചെന്ന് നമുക്ക് ഓപ്ഷൻ്റെ സെപ്പറേറ്റ് ചാർട്ട് ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഓപ്ഷൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയുടെ എല്ലാം ഓപ്ഷൻ പ്രീമിയം ചാർട്ട് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇത് ഓപ്പൺ ചെയ്യുക. അപ്പം നമുക്ക് മെയിനായിട്ട് കൺഫർമേഷൻ വരേണ്ട അവിടെയാണ്. ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ പ്രീമിയം ചാർട്ടാണ്. അവിടെയാണ് നമുക്ക് ഇതുപോലെ കൺഫർമേഷൻ സിഗ്നലും കൺഫർമേഷൻ വരേണ്ടത്. കാരണം അവിടെ നോക്കുമ്പോൾ സിമ്പിളായിട്ട് സോഫ്റ്റ് കാണിച്ചു തരും ഏത് ലെവലിൽ നമ്മൾ ബൈ ചെയ്യണം. ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ 21,400 ഉണ്ട്. കോൾ ഓപ്ഷൻ ചാർട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അവിടെ നോക്കിയാൽ സോഫ്റ്റ് തന്നെ ഡയറക്റ്റായിട്ട് മേളിൽ എഴുതി കാണിച്ചിട്ടുണ്ട് ബൈ ചെയ്യാൻ 174 ബൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രൈസും നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് മേലോട്ട് കയറിയാലേ നമുക്ക് പ്രോഫിറ്റ് വരുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് കൺഫേം ആണെന്ന് ചെക്ക് ചെയ്യുക. കൺഫേം ചെക്ക് ചെയ്യുന്നത് സിമ്പിളാണ്. ആരോ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട താഴത്ത് എന്താണ് പ്രൈസ് ബൈ സോൺ എന്ന് എഴുതി കാണിക്കണം. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. പിന്നെ സെക്കൻഡ് എന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡ് ക്യാൻഡിലാണ് എൻട്രി ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ഈ 174 ഇല്ലേ, അത് ഈ രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ ഏത് ക്യാൻഡിലാണ് ആരോ നിൽക്കുന്നത് അതിൻ്റെ സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് പ്രൈസ് ആണ്. അപ്പോൾ ആ സെയിം ക്യാൻഡിൽ തന്നെ നമുക്ക് എൻട്രി ചെയ്യാം. ഈ രണ്ടാമത്തെ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ താഴത്തെ ബാർ എന്തായിരിക്കണം? ഗ്രീൻ ആയിരിക്കണം. 2 കൺഫർമേഷൻ മതി. പ്രൈസ് ഇൻ ബൈസൺ ആൻഡ് ബാറിൻ്റെ കളർ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ആ സിഗ്നൽ കൺഫേം എന്നർത്ഥം. നമ്മൾ 174 എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് 190 40 205 30 219 20 3 ടാർഗറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഓൾറെഡി നമ്മുടെ സിഗ്നൽ കൺഫേം ആണെങ്കിൽ ഒരു 80 to 90%. അതായത് നമ്മുടെ ടാർഗറ്റ് അധികം റിസ്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടാർഗറ്റ് തന്നെ എക്സിറ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ 2 ടാർഗറ്റ് എടുത്ത ശേഷം മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് റിവേഴ്സ് അടിക്കുവാണ്. അതായത് നമുക്ക് ഫസ്റ്റ് 174 നിന്ന് 205 30 വരെ വന്നിട്ടുണ്ട്. 205 നിന്ന് 208 വരെ കയറിയിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ ഇറങ്ങുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ ഇപ്പം ഞാൻ 2 ടാർഗറ്റ് വന്ന് നമ്മുടെ ആ ഒരു ട്രേഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നേരെ നോക്കേണ്ടത് നിഫ്റ്റിയുടെ ചാർട്ട് തന്നെയാണ്. കാരണം ഇനി നിഫ്റ്റി എങ്ങോട്ടാണ് ഡയറക്ഷനിലോട്ട് പോകണം, ആ ഡയറക്ഷൻ അനുസരിച്ച് നിങ്ങൾ ഇനി ഒരു ട്രേഡും കൂടെ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഇനി അവിടെ ചെയ്യില്ല. കാരണം നമ്മൾ ഒരു ട്രേഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ തിരിച്ചു വരേണ്ടത് നമ്മുടെ അണ്ടർലൈൻ അസറ്റ് മെയിൻ ചാർട്ടിലോട്ട് വരാം. അവിടെ എന്താണ് ഇപ്പോൾ മാർക്കറ്റ് റിവേഴ്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ മാർക്കറ്റ് റിവേഴ്സ് പോയിട്ട് സെല്ല് വരുവാണെന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് പുട്ട് ഓപ്ഷനിൽ പോകാം. പക്ഷേ മാർക്കറ്റ് താഴത്തെ പ്രൈസും ബൈസോണും ഒക്കെ ഇപ്പോഴും കൺഫേം ആയതുകൊണ്ട് മേ ബി ചെറുതായിട്ട് ഇറങ്ങിയിട്ട് പിന്നെയും കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റെഡ് സ്റ്റാർ ഇല്ല, അത് റെസിസ്റ്റൻ്റ് ലെവലാണ്. റെസിസ്റ്റൻ്റ് ബ്രേക്ക് ചെയ്ത് കയറുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പിന്നെയും കോൾ ഓപ്ഷൻ തന്നെ പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ട്രേഡ് എടുത്ത് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ നിഫ്റ്റിയുടെ മെയിൻ ചാർട്ടിലോട്ട് വരണം. അവിടെ എന്താ ട്രെൻഡ് അതനുസരിച്ച് പിന്നെ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സോഫ്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ളത്. നമുക്കൊരു പ്രഡിക്ഷൻ ഒന്നുമല്ല, മാർക്കറ്റ് എന്താണ് അതിൻ്റെ ബേസിൽ സോഫ്റ്റ് സിഗ്നൽസ് കാണിച്ചു തരും. അത് കൺഫേം ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുത്തേച്ചാൽ മതി. ഒരു 80 to 90% കൺഫേം നിങ്ങൾക്ക് ആക്യുറസി കിട്ടുന്ന ഒരു സ്ട്രാറ്റജിയാണിത്. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ നമ്പർ ഡിസ്പ്ലേ ആണ്, നിങ്ങൾക്ക് കോൾ ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഓഫീസ് വിസിറ്റ് ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.